ചോര നീരാക്കി ഉണ്ടാക്കിയ പണം കൊണ്ട് നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റോ തുടങ്ങിയാൽ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ സുഖമായി ജീവിക്കാം എന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗം പ്രവാസികളും. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? നാട്ടിൽ ബിസിനസ് തുടങ്ങിയ 10-8 പ്രവാസികളും വലിയ കടക്കാരായി വീണ്ടും ഗൾഫിലേക്ക് തന്നെ വിമാനം കയറേണ്ടി വരുന്നു. ഇന്ന് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനായി നമ്മളോടൊപ്പം ചേരുന്നത് സീനിയർ ജേർണലിസ്റ്റായ ഷിനോജ് സാറാണ്. അദ്ദേഹത്തെ നമുക്ക് വെൽക്കം ചെയ്യാം. സാർ, എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. അതായത് ഗൾഫിൽ നല്ല രീതിയിൽ ബിസിനസ്സിൽ സക്സസ് ആവുന്ന ആളുകളെ അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് സക്സസ് ആവാൻ പറ്റാത്തത്? അത് ഇവിടുത്തെ ആളുകൾ അവരെ പറ്റിക്കുന്നുണ്ട്. അതായത് ഇപ്പം അവർ സ്വാഭാവികമായിട്ടും ഇവിടെ നാട്ടിലേക്ക് പൈസ അയച്ചിട്ടായിരിക്കുമല്ലോ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നത്. അപ്പം ഇവിടുത്തെ അവര് ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ അവിടെ അവർക്ക് ചതിവ് പറ്റുന്നതാണ്. എന്തായിരിക്കും അതിനുള്ളൊരു കാരണം എന്നാണ് സാറിന് തോന്നുന്നത്? ഇത് നമുക്ക് ഏതെങ്കിലും ഗൾഫുകാരൻ ബിസിനസ് ചെയ്ത് പൊട്ടിയാൽ ഉടൻ തന്നെ നാട്ടുകാരോ അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്നത് അവൻ്റെ ഏതെങ്കിലും അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ പറ്റിച്ചു എന്നാണ്. എന്നാൽ ശരിക്കും നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ കൾച്ചർ നോക്കുകയാണെങ്കിൽ വേണ്ടത്ര അറിവില്ലാതെ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നത് തന്നെയാണ് ആ ബിസിനസ് പരാജയപ്പെടാനുള്ള കാരണം. ഇവിടെ വാസ്തവത്തിൽ ചതിക്കുന്നത് ബന്ധുക്കളോ അടുത്ത കൂട്ടുകാരോ ഒന്നുമല്ല, അയാൾ തന്നെയാണ് അയാളെ ചതിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ബിസിനസ് പരാജയപ്പെടാൻ കാരണമുണ്ടെങ്കിൽ അതിൽ ഇത്തരം പരാജയപ്പെടുന്ന കാരണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗം കാരണവും ആ അറിയാത്ത പണിക്ക് പോയിട്ടാണ് പലപ്പോഴും നമ്മൾ പണി വാങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു വർഷം അധിക ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങിയൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തുടങ്ങുന്നതിൽ 80% പൂട്ടുന്നുണ്ട്. ഈ 80% ഭൂരിഭാഗവും NRI ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ NRIകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തിനാണ് ഈ ബിസിനസ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ സൈക്കോളജി ഭീകരമാണ്. കാരണം അവനെന്തിനാണ് തുടങ്ങുന്നത്? അവൻ ബന്ധുക്കളെയും നാടും വീടും എല്ലാം വിട്ടിട്ട് മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കുകയാണ്. അവൻ എത്രയും വേഗം തിരിച്ചു വരുമ്പോൾ ഒരു സമാന്തരമായ റവന്യൂ സോഴ്സ് ജനറേറ്റ് ചെയ്യണം, അവന് നാട്ടിലേക്ക് മടങ്ങണം. ഇതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇവൻ്റെ മുന്നിൽ ഈ ലക്ഷ്യമാണെങ്കിൽ പോലും എന്ത് ബിസിനസ് തുടങ്ങണം ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടാവില്ല. പുള്ളി എന്ത് ചെയ്യും? ഒരു ബിസിനസ് തുടങ്ങും. ആ ബിസിനസ് ആരെങ്കിലും വിശ്വസിച്ചാവും തുടങ്ങുക, ഉടൻ തന്നെ അത് പൊട്ടാനും തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡൗട്ട് വെക്കട്ടെ. അതായത് ഇപ്പൊ അവർക്ക് തെറ്റുപറ്റുന്നതുകൊണ്ടാണ് ഈ ഒരു ബിസിനസ്സിൽ പരാജയം എന്ന് പറഞ്ഞല്ലോ. അതല്ലാണ്ട് ചിലർ ചെയ്യില്ലേ? അതായത് നല്ല സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ? അതായത് ഗൾഫിലുള്ള മലയാളീസ് തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ ബിസിനസ് സക്സസ് ആവുന്ന കാണുമ്പോൾ അതിൽ പാർട്ട്ണർഷിപ്പ് ആവും അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള ബിസിനസ്സും പൊട്ടാനുള്ള ചാൻസ് ഇല്ലേ? അവിടെ അപ്പൊ എന്ത് മിസ്റ്റേക്ക് ആണ് പറ്റുന്നത്? ഞാൻ പറയാം. നിങ്ങൾ ചിലപ്പം കണ്ടു കാണും, നമ്മൾ വലിയ ബിസിനസ്സിലേക്കൊന്നും പോകണ്ട. ഒരു മീൻ കച്ചവടക്കാരന് അയാൾ ഒരു സ്ഥലത്ത് കച്ചവടം തുടങ്ങുന്നു. അവിടെ ഒരു 10-15 ആൾ കൂടിയ മലയാളിൻ്റെ സ്ഥിരം പരിപാടിയാണെന്ത്? തൊട്ടപ്പുറത്ത് വേറൊരു മീൻ കച്ചവടം കൂടി തുടങ്ങും. എന്നുവെച്ചാൽ നമ്മൾ മങ്കിയിലേക്ക് ഇമിറ്റേഷനാണ്. അതുപോലെ തന്നെ ഒരാൾ ബേക്കറി നടത്തിയൊന്ന് പച്ച പിടിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊരു ബേക്കറി തുടങ്ങും. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഒന്ന് ക്ലിക്കായെന്ന് കണ്ടു കഴിഞ്ഞാൽ വേറൊരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങും. നമുക്ക് സൂപ്പർ മാർക്കറ്റോ ഹോട്ടലോ ഒന്നും തുടങ്ങണ്ട എന്നല്ല പറയുന്നത്. മറ്റുള്ളവൻ ചെയ്ത് വിജയിപ്പിച്ച ഒരു ബിസിനസ് നമുക്കും വിജയിപ്പിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ആ ജോലി അറിയണം. ജോലി അറിയാതെ നമ്മൾ മറ്റുള്ളവൻ വിജയിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ ആ ബിസിനസ്സിലേക്ക് ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ സക്സസ്ഫുൾ ബിസിനസ്സാണ്, നല്ല ബിസിനസ് മോഡൽ അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. നല്ലപോലെ കച്ചവടം ഉണ്ടായിരുന്ന മീൻ കടക്കാരനാണ്, നല്ലപോലെ കച്ചവടം ഉണ്ടായിരുന്ന മെഡിക്കൽ ഷോപ്പാണ്, നല്ലപോലെ ആളുകൾ വന്ന ഹോട്ടലാണ്. അയാൾ സക്സസ് ആയി എന്നതുകൊണ്ട് ഞാൻ സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ? ഏതൊരു ബിസിനസ്സിനും നമ്മൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്കൊരു ബാങ്കിൽ നമ്മൾ സിപ്പായിട്ട് നിക്ഷേപം നടത്തുകയാണെങ്കിൽ, ഒരു FD ഇടുകയാണെങ്കിലോ അതിന് വരുന്ന എക്സ്പെൻസ് എന്താണെന്ന് പ്രീ ഡിഫൈൻഡ് ആണ് അല്ലേ? എന്നാൽ നമുക്ക് അങ്ങനെ പറ്റുമോ? ഒരു ബിസിനസ്സിൽ നമുക്കറിയാത്ത കുറേ ചിലവുകളുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം നമുക്ക് നിർബന്ധമായിട്ടും വേണം. ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു 6 മാസം റൺ ചെയ്ത് പോകാനുള്ളൊരു ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം. പലപ്പോഴും എല്ലാ പൈസയൊക്കെ എടുത്ത് കടം വാങ്ങിയും കയ്യിലുള്ള പണം എല്ലാം കൂടി എടുത്തിട്ടായിരിക്കും ബിസിനസ് തുടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ലാഭം കിട്ടുന്ന കണക്കാക്കിയിട്ടാണ് ഇവൻ ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റണ്ണിങ് ക്യാപിറ്റൽ, ശമ്പളം കൊടുക്കണം, അതുപോലെ കടയിലേക്ക് എന്താണ് അതിനൊക്കെയുള്ള സാധനങ്ങൾ വേണം, സ്റ്റോക്ക് എടുക്കണം, സെയിൽസ് പതുക്കെ കൂടുകയുള്ളൂ. അപ്പോൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഒരു 6 മാസം 1 വർഷം സസ്റ്റെയിൻ ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം. ഈ ഫണ്ട് ഇല്ലാതെ ബിസിനസ് തുടങ്ങുന്നതിന് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും വീണ്ടും കടം വാങ്ങും. അപ്പം വീണ്ടും കടം വാങ്ങും. കടം കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ തിരിച്ച് ഗൾഫിലേക്ക് പോയിട്ട്
5 വർഷം കൊണ്ട് മടങ്ങി വരാൻ തീരുമാനിച്ചവൻ അടുത്ത 15 വർഷം എവിടെ തന്നെയായിരിക്കും? ഗൾഫിൽ തന്നെയായിരിക്കും. അപ്പം ഇവിടെ ബിസിനസ് മോഡലിലല്ല പ്രശ്നം. ഒരു പ്രവാസി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ വേണം, അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് ഞാനൊരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയിട്ട് കാര്യമില്ല. ഇത് വേണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. ഏത് ബിസിനസ് തന്നെ തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ ഫിനാൻഷ്യൽ എക്സ്പേർട്സുമായിട്ടും അല്ലെങ്കിൽ ഇത്തരം പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്ന ആളുകളുമായിട്ടും നിർബന്ധമായിട്ട് സംസാരിക്കണം. ഇങ്ങനെ സംസാരിക്കാതെ ഒരു ബിസിനസ്സും തുടങ്ങരുത്. ഉദാഹരണത്തിന് എക്സ് എന്ന് പറയുന്ന ആളുടെ ഒരു അടുത്ത റിലേറ്റീവിന് ഒരു കോറി ബിസിനസ് ഉണ്ടെന്ന് കരുതുക. അപ്പം അവൻ പറയുകയാണ് എനിക്ക് അങ്ങനെ പൈസ കിട്ടും ഇങ്ങനെ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ കോറി ബിസിനസ്സിലേക്ക് അതിൻ്റെ ലൈസൻസിനായിട്ട് കോടികൾ ചിലവാക്കി ഇറങ്ങുമ്പോൾ പൈസ ആർക്കേ കിട്ടുന്നുള്ളൂ? അവനെ കിട്ടുന്നുള്ളൂ. ഇയാൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. രണ്ടുപേരും കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ അറിയോ? അവൻ അവിടെ ഗൾഫിൽ വെറുതെ ഇരിക്കുകയാണ്, ഇവിടെ ഞാനാണ് കഷ്ടപ്പെടുന്നത്. ചിലപ്പം ഈ ഒരു സുഹൃത്തിന് വേണ്ടിയായിരിക്കും പ്രവാസി പൈസ ഇറക്കിണ്ടാവുക. നാളെ മറ്റന്നാൾ സുഹൃത്ത് എന്ത് ചെയ്യും? ഇത് ഞാൻ ഒറ്റയ്ക്ക് നടത്തിയാൽ പോരെ, എന്തിനാണ് അവന് പൈസ കൊടുക്കുന്നത്? പക്ഷേ സുഹൃത്ത് മറക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫണ്ട് മുഴുവൻ അവനാണ് ഇറക്കിയെന്ന്. പലത്തിലും എന്ത് ചെയ്യും? ഈ പ്രവാസിയെ സുഹൃത്ത് പറ്റിച്ചു എന്നായിട്ട് മാറും. നേരെ മറിച്ച് ഈ ബിസിനസ്സിനെ കുറിച്ച് ഈ പ്രവാസിക്കും അറിയാം, എല്ലാ ദിവസവും ഈ സുഹൃത്തുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ അന്യതാബോധം ആർക്ക് തോന്നില്ല? സുഹൃത്തിന് തോന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിലും നമ്മൾ ആ ബിസിനസ്സിനെ കുറിച്ച് ബേസിക്കായ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ ബേസിക്കിനെ കുറിച്ച് അതിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ വിദഗ്ധരുമായിട്ട് സംസാരിക്കണം. ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ കാണണം. ഇത് നിർബന്ധമാണ്. അല്ലാതെ നമ്മൾ ഒരു ബിസിനസ് മോഡലിനെയും ഒരു പരാജയമായിട്ട് പറയുന്നില്ല. ബിസിനസ് ചെയ്യാനുള്ള നമ്മുടെ അറിവും നമുക്ക് ആ ബിസിനസ്സിലുള്ള അറിവും നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത്തരത്തില് പ്രിപ്പയർഡ് ചെയ്തു എന്ന് വെക്കാം, ഇങ്ങനെ ഈ രീതിയിൽ മികച്ച രീതിയിൽ ഒരു പ്ലാൻ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വെക്കാം. ഇപ്പോൾ NRIs പറയുന്ന മറ്റൊരു ലിമിറ്റേഷൻ എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുന്നത്, നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല, ടാസ്ക് ആണ്. കാരണം അവിടെ ലൈസൻസിങ് ആണെങ്കിലും അല്ലെങ്കിൽ പേപ്പർ വർക്കുകളാണെങ്കിലും അല്ലെങ്കിൽ ടാക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അവർ പറയാറുണ്ട്. ഇതിൽ എത്രത്തോളം ഒരു വാസ്തവമുണ്ട്? നമുക്ക് പ്രവാസികൾ പലപ്പോഴും വേണ്ടത്ര പഠനം നടത്താതെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ചാടിയിറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ഉപദേശം കൊടുക്കുന്ന അവരുടെ ചുറ്റുപാട് നിൽക്കുന്ന നമ്മൾ പറയുകയാണെങ്കിൽ സ്തുതി പാഠകരും അവരുടെ പരിമിതമായ അറിവ് മാത്രമാണ് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിന് വേണ്ട ഒരു പഞ്ചായത്ത് ലൈസൻസോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലൈസൻസോ എന്തെങ്കിലുമൊക്കെ അവർ അത് മാത്രമാണ് വാങ്ങുന്നത്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്, വേണ്ട എന്ന, അല്ലെങ്കിൽ ഒരു GST രജിസ്ട്രേഷൻ വേണ്ട എന്ന് പറയും, ഒരു കറണ്ട് അക്കൗണ്ട് വേണ്ട എന്ന് പറയും, കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കണോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആക്കണോ അല്ലെങ്കിൽ വൺ മാൻ എന്ത് രീതിയിലാക്കണോ എന്ന് വെച്ചാൽ അവർ പറയും അതൊക്കെ തലവേദനയാണ്, അതൊന്നും വേണ്ട എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള 1-2 പേപ്പർ വെച്ചിട്ടാണ് ഇവൻ ബിസിനസ് നടത്താൻ പോകുന്നത്. ഇവൻ ബിസിനസ് നടത്തി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ടാക്സ് ഫയൽ ചെയ്യണമെന്ന് മനസ്സിലാക്കുക, GST രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഡീല് നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ ഓണർ ആരാണ്? പ്രവാസി ആയിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പം പ്രവാസി എന്ത് ചെയ്യണം? വന്നാൽ മാത്രമേ പിന്നെ എന്ത് ചെയ്യുള്ളൂ? ടാക്സ് ലൈസൻസ് അത് അല്ലെങ്കിൽ വരാതെ ഇപ്പം ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ഈ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ നിർണായകമായ മറ്റു രേഖകൾ ഇവർ വാങ്ങൂല, ഇവരുണ്ടാക്കില്ല. സ്വാഭാവികമായിട്ടും GST അതിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, ടാക്സ് ഒന്നും കൃത്യമായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ ഇവരൊക്കെ നോട്ടീസ് അയക്കും. ഇവരൊക്കെ നോട്ടീസ് അയക്കുമ്പോൾ ഈ പ്രവാസിക്ക് വേറൊരു പ്രശ്നമുണ്ട്. അളിയനോ സുഹൃത്തോ ആരെങ്കിലും ആയിരിക്കും ബിസിനസ് നടത്തുക, ഇവരുമായിട്ട് വ്യക്തമായിട്ടൊരു എഗ്രിമെന്റും കാണില്ല. അപ്പൊ നിയമക്കുരുക്കുമായിട്ട് ഈ GSTയോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവൻ സ്ഥലം കാലിയാക്കും. ഈ കേസ് ആരുടെ പേരിലായിരിക്കും? ഈ പ്രവാസിയുടെ പേരിലായിരിക്കും. അടിസ്ഥാനപരമായിട്ട് അതാണ് പറഞ്ഞത്, നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനെ കാണുക തന്നെ വേണം. എന്നിട്ട് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. എന്ന് വെച്ചാൽ എന്തൊക്കെ ലൈസൻസ് ആണ് വേണ്ടത്, ആ ലൈസൻസ് മുഴുവൻ നമ്മൾ എടുക്കണം, ആവശ്യമുള്ള എല്ലാ ലൈസൻസും എടുക്കണം. നമുക്ക് ആ ബിസിനസ് നോക്കി നടത്താൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആ ബിസിനസ് ഏൽപ്പിക്കുന്ന ആളും നമ്മളും തമ്മിലൊരു എഗ്രിമെന്റ് വേണം. പിന്നെയോ അയാൾക്ക് ഇട്ടെറിഞ്ഞ് പോകാൻ അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യണം? കാരണം അയാളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ, അയാളെ വിശ്വസിച്ചാണ് നമ്മൾ ഏൽപ്പിക്കുന്നതെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഇതിനെപ്പോഴും ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ടാവുന്നത് നല്ലതാണ്. നമുക്ക് പ്രൊപ്പറേറ്റർഷിപ്പ് എടുക്കാം. പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എടുത്താൽ മാത്രം പോരാ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു നോട്ടറിയുടെ അടുത്ത് പോയി അറ്റസ്റ്റ് ചെയ്ത് വാങ്ങാം. ഒരു 2000 രൂപ, ഇപ്പോൾ എത്ര രൂപ നമ്മുടെ സ്റ്റാമ്പ് പേപ്പറിൽ നമുക്കൊരു നല്ലൊരു എഗ്രിമെൻ്റ് എഴുതാം.
അതല്ലെങ്കിൽ ലിമിറ്റഡ് സർവീസ് മേഖലയാണെങ്കിൽ LLP പോലുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് രജിസ്റ്റർ ചെയ്യാം. ഏതൊക്കെ ഇന്ന് ലഭ്യമായ എല്ലാ മാർഗ്ഗങ്ങളും നമുക്ക് ഉപയോഗിച്ചിട്ട് അതിനൊരു ലീഗൽ എൻറ്റിറ്റി നൽകുന്നതും അതിന് ലഭ്യമായ അല്ലെങ്കിൽ അതിനാവശ്യമായ എല്ലാ ലൈസൻസുകളും നമ്മൾ നേടിയെടുക്കുന്നതും ഭാവിയിലെ തലവേദന ഒഴിവാക്കാൻ വളരെ അത്യാവശ്യമാണ്. അതിനൊന്നും മടി കാണിക്കരുത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ എന്താണ്, ഒരു പ്രൊജക്റ്റ് വേണം. ആ പ്രൊജക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് എക്സ്പേർട്ടുമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് എക്സ്പേർട്ടുമായിട്ട് സംസാരിക്കണം. എന്നിട്ട് 1 by 1 ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ശരിയാക്കി വെക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ബിസിനസ് തുടങ്ങേണ്ടത്. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. എനിക്ക് ചോദിക്കാനുള്ള സംശയം എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് പ്രവാസിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു ബിസിനസ് നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സാർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ അവിടെ പ്രവാസത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നതാണോ സാർ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, ഞാൻ പറയാം. ഉദാഹരണത്തിന് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ന് സാങ്കേതിക വിദ്യ വളരെയധികം വളർന്നു. നമുക്ക് എവിടെ ഇരുന്നിട്ടും എന്തും നിയന്ത്രിക്കാം. തീർച്ചയായിട്ടും ഒരു പെർഫെക്റ്റ് ഡിജിറ്റൽ മോണിറ്ററിംഗ് സംവിധാനം നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ പറ്റും. അവൻ്റെ നാടിനെ, അതൊരു സേവനമാണല്ലോ. പ്രവാസി അവിടുന്ന് കിട്ടുന്ന ആ ഒരു പണം ഉപയോഗിച്ച് നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പണം അയക്കുന്ന കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പണം അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ സുഹൃത്ത് പറയും ബില്ല് കൊടുക്കണ്ട, ബില്ല് കൊടുത്ത ടാക്സ് അടക്കേണ്ടി വരും. നിങ്ങൾ പറയണം ബില്ല് കൊടുക്കണം. അപ്പോൾ ബില്ല് നമുക്കൊരു നല്ലൊരു ERP സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ ബില്ലിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെയിൽസ് നിർബന്ധമാക്കാൻ പറ്റും. നമുക്ക് അല്ലാത്തൊരു വിൽപ്പനയും നമുക്ക് വേണ്ട. അപ്പോൾ ഡെയിലി നമുക്ക് ഒരു സ്റ്റോക്ക് സെയിൽ റിപ്പോർട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഗൾഫിലിരുന്ന് കാണാൻ പറ്റുമെങ്കിൽ അതാണ് ഹീറോയിസം. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ബിസിനസ് നടത്താതിരിക്കുകയല്ല ചെയ്യുന്നത്. ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ലഭ്യമായ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്കനുസരിച്ച് കൃത്യമായ മാനദണ്ഡങ്ങളോടെ ശാസ്ത്രീയമായി സാങ്കേതിക സഹായത്തോടു കൂടി നമ്മൾ നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ് ഒരു ഹോട്ടലോ ഒരു മെഡിക്കൽ ഷോപ്പോ ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ CCTV വെച്ചുകൂടാ? നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്ത് എന്താണ് ഇപ്പോൾ ഷോപ്പ് നടക്കുന്നത്, ഷോപ്പ് തുറന്നിട്ടുണ്ടോ, ഷോപ്പിൽ സെയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചുകൂടാ? എല്ലാ ആഴ്ചയിലും ഒരു ഓഡിറ്ററോട് അവിടുത്തെ സെയിൽസും മറ്റു കാര്യങ്ങളും ഒരു തേർഡ് പാർട്ടി, നമുക്ക് നമ്മുടെ അളിയനെയോ കൂട്ടുകാരനെയോ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഒരു തേർഡ് പാർട്ടി അക്കൗണ്ടന്റ് വന്നിട്ട് എല്ലാ ആഴ്ചയും ഒന്ന് ഓഡിറ്റ് ചെയ്യുന്നൊരു സംവിധാനം എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടാ? അപ്പോൾ ഇത്തരം ചില മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ പ്രവാസിക്ക് അവിടെ നിന്ന് പണം നിക്ഷേപിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഒരു പ്ലാനിങ് അല്ലെങ്കിൽ അറിവ് നിർബന്ധമാണ്. ഒരു ശാസ്ത്രീയമായ സമീപനം അനിവാര്യമാണ്. ഇതല്ലാണ്ട് നമ്മൾ പോയിട്ട് കുഴിയിൽ പോയി ചാടി കൊടുക്കരുത്. കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അതായത് പ്രവാസികൾ അവിടെ നിന്നിട്ട് നമുക്ക് ഇവിടെ ഐഡിയൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും കുറച്ചുകൂടെ സേഫ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന മെത്തേഡ്സ് എന്താണെന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം? നമുക്ക് എല്ലാവരും ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകരുത്. നമ്മളൊരു ഐഡിയ എടുത്തിട്ട് ആ ഐഡിയനെ വാലിഡേറ്റ് ചെയ്യണം. ആ ഐഡിയനെ വാലിഡേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊജക്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് ഈ പ്രൊജക്റ്റ് ഇന്ന സ്ഥലത്ത് വർക്കൗട്ട് ആവുമോ നോക്കണം. പ്രൊജക്റ്റ് നല്ലതാണോ വെച്ചാൽ ചിലപ്പോൾ നല്ലതായിരിക്കാം, പക്ഷെ നമ്മളത് നടപ്പാക്കാൻ പോകുന്ന സ്ഥലത്ത് അത് വാലിഡ് ആണോ എന്ന് കൂടി നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ് പ്രൊജക്റ്റ്, മറ്റുള്ളവരെ നമ്മൾ മങ്കിയിലേക്ക് ഇമിറ്റേഷൻ നടത്തരുത്. നമ്മൾ ആ പ്രൊജക്റ്റ് ലോക്കലി ഡിമാൻഡ് ഉണ്ടോ, ഇതിവിടെ നടത്തിയിട്ട് കാര്യമുണ്ടോ, ഇതിന് എത്രമാത്രം ഭാവിയുണ്ട്, ഇതിന് എത്രമാത്രം സ്കില്ല് വേണം, ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു തീരുമാനം എടുത്താൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു CA കാരനെയോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ കണ്ടിട്ട് അയാളോട് ഞാൻ ഇങ്ങനൊരു സാധനം ചെയ്യാൻ പോകുന്നുണ്ട്, ഇതിന് എന്തൊക്കെ നിയമപരമായ വശങ്ങളുണ്ട്, എന്തൊക്കെ രജിസ്ട്രേഷനാണ് നടത്തേണ്ടത്, എന്തൊക്കെ ടാക്സ് ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടാക്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്യുമെൻ്റ് ആക്കി വെക്കണം. പിന്നെ ഒരിക്കലും നമ്മുടെ സമ്പാദ്യത്തിൻ്റെ അല്ലെങ്കിൽ സമ്പാദ്യം മുഴുവൻ എടുത്തിട്ട് ഇങ്ങനത്തെ ബിസിനസ്സുകളിലേക്ക് നമ്മൾ ചാടി ഇറങ്ങരുത്. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് മാത്രം ബിസിനസ്സിലേക്ക് ഇറക്കുക. അല്ലെങ്കിൽ നമ്മൾ ബാക്കി വരുന്ന പണം നമ്മുടെ സുരക്ഷിതമായ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും കരുതി വെക്കണം. ഒരിക്കലും വടിച്ച് തുടച്ചെടുത്തിട്ട് ബിസിനസ്സിലാക്കരുത്. എപ്പോഴും നമ്മുടെ ഗൾഫിലുള്ള വാടക കൊടുക്കാനുള്ള പൈസയും നാട്ടിലുള്ള ഫാമിലിക്ക് ജീവിച്ചു പോകാനുള്ള പൈസയും നമ്മുടെ കയ്യിൽ ഉള്ള രീതിയിലുള്ള പ്ലാനിങ് ആണ് നമ്മൾ എപ്പോഴും നടത്തേണ്ടത്. നമ്മുടെ ബിസിനസ് എപ്പോഴും സക്സസ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മുടെ ബിസിനസ് പൊട്ടിയാലും നമ്മുടെ കുടുംബം തെരുവിലേക്ക് ഇറങ്ങരുത്, സുരക്ഷിതമായിരിക്കണം. ഈ ഒരു
സ്ട്രാറ്റജിയോടുകൂടി നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് കൃത്യമായിട്ട് ഗൾഫിൽ ജോലി ചെയ്ത് സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങി വരാൻ പറ്റും. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ട് ബിസിനസ്സിലേക്ക് ചാടി ഇറങ്ങുന്ന ആളുകളാണ് കുഴിയിൽ പോയി ചാടുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അറിവ് നേടുക, ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഉപദേശം തേടുക, എന്നിട്ട് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളോടെ മാത്രം ബിസിനസ് ചെയ്യുക. ഇത് വളരെ സിമ്പിൾ സംഗതിയാണ്. ഇത് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ബന്ധങ്ങളും ബിസിനസ്സും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കും. ഈ ബന്ധങ്ങളും ബിസിനസ്സുകളും കൂട്ടിക്കുഴയ്ക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും അർത്ഥമുറിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എങ്ങനെ ഞാൻ അവനോട് സംസാരിക്കും, എങ്ങനെ ഞാൻ അവനോട് ചോദിക്കും? നേരെ മറിച്ച് ബൈബിളിലോ മറ്റോ നല്ലൊരു വാക്കുണ്ട്, നല്ല അയൽക്കാർ നല്ല വേലികൾ സൃഷ്ടിക്കും. നല്ല വേലികൾ എന്താണ്? നല്ല വേലികൾ നല്ല അയൽക്കാർ സൃഷ്ടിക്കും എന്ന് പറയുന്ന സാധനമാണ്. അങ്ങനെ സമാനമായൊരു വാക്കുണ്ട്. അത് വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് ഒരു ടാക്സിൻ്റെ ലീഗൽ നോട്ടീസ് വന്നാൽ അത് പ്രവാസിയുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും അതിവിടെ റൺ ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലൊരു നിയമ സംവിധാനമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവനും കൂടി ശ്രദ്ധിക്കും. ഇത് നടക്കുക എന്തെങ്കിലും ഒരു സംഗതി പെട്ട് കഴിഞ്ഞാൽ ഇവൻ ഇതിൽ ഇട്ടെറിഞ്ഞിട്ട് ഞാനൊന്നും അറിയില്ല പറഞ്ഞാൽ അവൻ പോവും. അപ്പോൾ രണ്ടുപേരും നമ്മൾ ബന്ധങ്ങളെ ബാധിക്കും, എല്ലാം ബാധിക്കും. അപ്പം നമ്മൾ എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും എത്ര അടുത്ത കൂട്ടുകാരാണെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോൾ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കണം. ആ ബിസിനസ്സിന് വേണ്ട രണ്ടുപേരും ബന്ധങ്ങൾ മുഷിയാത്ത രീതിയിലുള്ള നല്ല ഡീലിംഗ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി നിയമപരമായി തന്നെ ശ്രമിക്കണം. അതിൽ യാതൊരു മോശവുമില്ല. അല്ലെങ്കിൽ ഞാൻ അവനോട് കണക്ക് ചോദിച്ചാൽ എന്താകും? അതിൻ്റെ ആവശ്യമില്ല. കണക്ക് ഓട്ടോമാറ്റിക്കായി ചോദിക്കാൻ വേണ്ടി ഒരു അക്കൗണ്ടന്റ് വരുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലൊരു സ്ഥാപനം നടത്തുമ്പോൾ നാട്ടിൽ കുഞ്ഞു കണക്ക് നോക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് 500-1000 കൊടുക്കുമ്പോൾ അവർ വന്നിട്ട് കണക്ക് നോക്കി പോയിക്കോളും. ഇയാൾ ചോദിക്കുന്നില്ല, ഇയാളാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പല പല മാർഗ്ഗങ്ങൾ ഇന്നത്തെ കാലത്ത് ലഭ്യമാണ്. അപ്പോൾ ഇത്തരം മാർഗ്ഗങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. നാട്ടിൽ ബിസിനസ് തുടങ്ങുക എന്നത് വികാരപരമായ ഒരു തീരുമാനമല്ല, മറിച്ച് കണിശമായ കണക്കുകളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ എടുക്കേണ്ട ഒരു പ്രൊഫഷണൽ തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ ഷിനാസ് സാർ നമ്മളോടൊപ്പം പറഞ്ഞത്. അന്ധമായ വിശ്വാസത്തെക്കാൾ കൃത്യമായ ഡിജിറ്റൽ മോണിറ്ററിങ്ങും ലീഗൽ ഡോക്യുമെന്റേഷനുമാണ് നിങ്ങളുടെ പണത്തെ സംരക്ഷിക്കുക. പ്രവാസ ഭൂമിയിലെ കഠിനാധ്വാനത്തിന്റെ വില മനസ്സിലാക്കി മാത്രം ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നാട്ടിലെ നിങ്ങളുടെ ബിസിനസ് അനുഭവങ്ങളും താഴെ കമന്റ് ചെയ്യുക. ET മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.